പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്റെ സ്ഥിതി എന്താണ്? പൗരസ്ത്യ രാജ്യങ്ങൾക്ക് സംഭവിച്ച ആന്തരികമായ ശൂന്യത എവിടെ നിന്ന് കിട്ടിയതാണ്? ഒന്നുമില്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യത്തെ സ്ഥിതിയിലേക്കെങ്കിലും പോയാണെന്നായിരുന്നു. അത് ഘട്ടമാണെങ്കിലും ന്യൂയോർക്ക് പട്ടണത്തിലോ ലണ്ടനിലോ പാരീസിലോ നടക്കാത്ത സംഭവങ്ങളാണ് കോഴിക്കോട്ടും മലപ്പുറത്തും തിരുവനന്തപുരത്തും കാസർകോട്ടും നടക്കുന്നത്. ന്യൂയോർക്ക് പട്ടണത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് നടന്നു പോകാൻ വലിയ പ്രയാസമുണ്ടായെന്ന് വരില്ല, അവൾക്ക് ബസ്സിൽ കയറാൻ വിഷമമുണ്ടായെന്ന് വരില്ല. പക്ഷേ ഇവിടെ ഇതാ വല്ലാത്ത ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ലോകം നീങ്ങുകയാണ്. 1400 കൊല്ലം മുമ്പ് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കിടയിൽ, മർദ്ദിക്കപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ പരിശുദ്ധ പ്രവാചക തിരുമേനി കടന്നു വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സത്യത്തിന്റെ നാമം പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമത്വത്തിന്റെ നാഥനേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീവർഗത്തിന്റെ വിമോചകനേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ കണ്ണീര് കണ്ട ലോകനായകനേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത്, നബിയേ, എന്നാണ് ഈ അക്രമമൊന്ന് അവസാനിക്കുക? എന്നാണ് ഈ മർദ്ദനങ്ങൾക്ക് അന്ത്യം? അങ്ങയുടെ അനുയായികളല്ലയോ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചെടുക്കപ്പെടുന്നത്? അങ്ങയുടെ അനുയായികളല്ലയോ സത്യം പറഞ്ഞതിന്റെ പേരിൽ, സമത്വം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വെള്ള നിറമുള്ളവനും കറുത്ത നിറമുള്ളവനും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് അങ്ങയുടെ അനുയായികളല്ലയോ? എന്നാണ് ഇതിനൊരു അന്ത്യമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി. എന്തായിരുന്നു മറുപടി? മദീനയിലേക്കുള്ള പാതയുടെ ഈ മഹാസംഗമ നഗരിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും മാത്രമല്ല, ഇന്നത്തെ ലോകത്തെ ഏത് സഹോദരനോടും അഭിമാനത്തോടെ പറയാൻ തോന്നുന്നു, ഈ മർദ്ദനങ്ങളെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ മർദ്ദനം ഇന്ന ദിവസം അവസാനിക്കുമെന്ന് ഉത്തരം നൽകുന്നതിന് പകരം, നമുക്ക് സുരക്ഷിതത്വം നാളെ കിട്ടുമെന്ന് പറയുന്നതിന് പകരം, നിങ്ങളൊക്കെ നാളെ മോചിതരാകുമെന്ന് പറയുന്നതിന് പകരം ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. അതൊരു പക്ഷേ ഇന്നത്തെ ലോകത്തിന് അതിനേക്കാൾ വിചിത്രമായിരിക്കാം. അവിടുന്ന് മൊഴിഞ്ഞു, എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ച ശേഷം ഈ അറേബ്യ മരുഭൂമിയിലൂടെ ഒരാൾ തുണയില്ലാതെ ഒറ്റക്കൊരു പെൺകുട്ടിക്ക് സ്വൈരസഞ്ചാരം നടത്താൻ കഴിയുന്ന ഒരു സുപ്രഭാതം ഇവിടെ ആഗതമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരത്തെ അളന്നു നോക്കാനുള്ള മാനദണ്ഡം പെണ്ണിന്റെ വ്യക്തിത്വമാണെന്നർത്ഥം. ഒരു നാഗരികതയാകുന്നത് സ്ത്രീ ബഹുമാനിക്കപ്പെടുമ്പോഴാണ്. ഒരു കൾച്ചറാകുന്നത്, ഒരു സിവിലൈസേഷനായി തീരുന്നത് അവിടെ സ്ത്രീ ആദരിക്കപ്പെടുമ്പോഴാണ്, അവിടെ സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുമ്പോഴാണ്, അവിടെ പെണ്ണിന്റെ വ്യക്തിത്വം ആദരിക്കപ്പെടുമ്പോഴാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്ത പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധന കയക്കുന്ന നാണം കെട്ട കാട്ടുനീതിയുടെ ഘടികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പ്രാകൃത ലോകത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ വ്യക്തിത്വം ഉയർത്താൻ, പെണ്ണന്മാരുടെ കണ്ണീരപ്പാൻ ഒരു പുതിയ ശക്തി ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് പെങ്ങളെ നീ ഒരു അഗ്നിഗോളമാവുക, പെങ്ങളെ നീ ഒരു ശക്തി വിശേഷമായി മാറുക. ഇവിടെ പാവങ്ങളായ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കർശനമായി ശിക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ, ക്രമസമാധാന പാലകന്മാർ മുന്നോട്ട് വരട്ടെ, അതിനോട് സഹകരിക്കാൻ സമൂഹം തയ്യാറാകട്ടെ. നിയമങ്ങൾ പോരാത്തതാണെങ്കിൽ പാർലമെന്റ് മുന്നോട്ട് വരട്ടെ, നിയമനിർമ്മാണ സഭകൾ മുന്നോട്ട് വരട്ടെ. പെണ്ണിന്റെ സുരക്ഷിതത്വത്തിനുള്ള നിയമങ്ങൾ അപൂർണമാണെങ്കിൽ അതിനെ പൂർണ്ണമാക്കാൻ ആവശ്യമായ ലെജിസ്ലേഷൻ, അതിനാവശ്യമായ നിയമനിർമ്മാണം, അതിനുവേണ്ടി രാജ്യത്തൊരു പുതിയ അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഈ കാലത്തിന്റെ തീരത്ത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും വലിയ വില കൽപ്പിച്ച മഹാന്മാരായ ആചാര്യന്മാരെ ഓർത്തുകൊണ്ടെങ്കിലും, അവർ പഠിപ്പിച്ച മനുഷ്യത്വത്തിന്റെ പാഠം ഓർത്തുകൊണ്ടെങ്കിലും നാം തയ്യാറാവുക. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭകളെ ഓർമ്മിപ്പിക്കുന്ന നിയമത്തിന്റെ ഒരു മന്ദിരമുണ്ട്, ലിങ്കൺസ് ഇൻ. ഇപ്പോഴും ബാരിസ്റ്റർ പരീക്ഷ, പഴയ ബാരിസ്റ്റർ പരീക്ഷയും ഇപ്പോഴത്തെ നിയമപരീക്ഷകളും പാസ്സാകാൻ ആളുകൾ പോകുന്ന നിയമവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലക്കെട്ട് പോലെ, അതിന്റെ ആസ്ഥാനം പോലെ ലണ്ടനിലെ ലിങ്കൺസ് ഇൻ ബഹുമാനിക്കപ്പെടുന്നു. ആ ലിങ്കൺസ് ഇന്നിന്റെ ചുമരുകളിൽ ലോകത്ത് നിയമത്തിനു വേണ്ടി സംഭാവനകൾ അർപ്പിച്ച മഹത്തുക്കളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്.
നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, പല ദാർശനികന്മാർ അവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ ചിത്രമില്ലാത്ത ഒരു ലോകനായകന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ താഴെ എഴുതി വെച്ച വാക്കുകളിൽ ലോക ചരിത്രകാരൻ മുദ്രണം ചെയ്തിട്ടുണ്ട്. ലിങ്കൺസ് ഇന്നിന്റെ ചുമരുകളിൽ ഈ പ്രവാചകന്റെ നിയമങ്ങളിൽ പെണ്ണ് ഏറെ ആദരിക്കപ്പെടുകയാണ്. സ്ത്രീയുടെ അവകാശങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രവാചകൻ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകനാണ്. ഒഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചനം നൽകിയത് ഈ പ്രവാചകൻ. പെണ്ണിന് സ്വത്തവകാശം ഉറപ്പുവരുത്തിയത് ഈ പ്രവാചകൻ. ഒട്ടകപ്പുറത്ത് തന്റെ പത്നിയെ ഇരുത്തിക്കൊണ്ട് ഒട്ടകത്തെ തെളിച്ചു പോകുന്ന ഒരാള് നബിയുടെ മുമ്പിലൂടെ കടന്നുപോയ രംഗം ഈ പാതയുടെ മദീനയിലേക്കുള്ള പാതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ്. ഒട്ടകപ്പുറത്തിരുന്ന് തന്റെ ഭാര്യയെ പിന്നിൽ ഇരുത്തിക്കൊണ്ട് തെളിച്ചു പോകുന്ന മനുഷ്യനോട്, ആ സഹോദരനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തു, സഹോദര ഒന്ന് മെല്ലത്തെളിക്ക്. നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, അതൊടഞ്ഞു പോകും. നിന്റെ പിന്നിലുള്ളത് സ്ഫടികമാണ്, അതിനെ ഉടക്കരുത്. എല്ലാവർക്കും ഇന്ന് സ്ഫടികമുടക്കാൻ മോഹം. തെരുവ് തെണ്ടിക്ക് മാത്രമല്ല, ഡിഗ്രിയുള്ള ബിരുദധാരിക്കും ഇന്ന് സ്ഫടികമുടക്കാൻ മോഹം. രാജ്യത്താണെങ്കിൽ പെണ്ണിനെ കണ്ട് മടുത്തതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ സ്ത്രീയെ കുറിച്ച് വലിയൊരു അത്ഭുതമല്ല. ഇവിടെ അതല്ല, പെണ്ണിനെ കാണുമ്പോഴേ അത്ഭുതത്തോടെ നോക്കുക. ലോകത്ത് രണ്ട് വഴി മാത്രമാണ് പെണ്ണിന്റെ മോചനത്തിനുള്ള വഴി എന്നൊരു രസികൻ പറയുകയുണ്ടായി. അത് രസികന്റെ വാക്ക് മാത്രമല്ല, ഒന്നുകിൽ സംസ്കാരത്തിലൂടെ, ധർമ്മബോധത്തിലൂടെ സ്വന്തം മനസ്സിനെ സംസ്കരിച്ചിട്ട് ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, സംസ്കാരം പഠിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ പെണ്ണിനെ ബഹുമാനിക്കാനും പെങ്ങളെയും അമ്മയെയും തിരിച്ചറിയാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ പാലിക്കപ്പെടണം. അതല്ലെങ്കിൽ പിന്നെ പടിഞ്ഞാറുള്ള പോലെ പെർമിസീവ് സൊസൈറ്റിക്ക് വേണ്ടി നിലകൊള്ളണം. അരാജകത്വം പോലെ എന്തുമാകാം, ആർക്കും എവിടെയും എങ്ങനെയും സഞ്ചരിക്കാം. രണ്ടിന്റെയും ഇടയിൽ കിടന്ന രണ്ടും കെട്ടവരുടെ അവസ്ഥ അതിനേക്കാൾ ദുഷ്കരം. പടിഞ്ഞാറൻ ലോകത്തിന്റെ അവസ്ഥയാകട്ടെ ഏറെ ആവൽക്കരമെന്ന് ലോകം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥമായ പരിഹാരം മനുഷ്യ മനസ്സിന്റെ സംസ്കരണമാണ്. മനുഷ്യ മനസ്സിന്റെ സംസ്കരണമാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ സംസ്കരണത്തിലൂടെ സ്ത്രീക്ക് മോചനം നൽകാൻ, സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകാൻ, സ്ഫടികമുടഞ്ഞു പോകാതിരിക്കാൻ, സ്ഫടികമുടക്കാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത ഈ ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കണം. പെണ്ണിനെ തകർക്കരുത്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടും ഈ വിനീതൻ അപേക്ഷിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വെള്ളത്തുള്ളിയും ഒരു വജ്രവും ഒരുപോലെ, വെള്ളത്തുള്ളി മുത്തുപോലെ, മുത്ത് വെള്ളത്തുള്ളി പോലെ. വെള്ളത്തുള്ളിയിലൂടെ സൂര്യന്റെ രശ്മികൾ കടന്നു പോകുമ്പോ ഒരു പക്ഷേ ചിലപ്പോ തോന്നിപ്പോകും അതും ഒരു മുത്ത്. ഏതെങ്കിലും പക്ഷി അതിന്റെ കൊക്ക് കൊണ്ട് കൊത്താൻ വന്നാൽ വെള്ളത്തുള്ളി എത്രയും പെട്ടെന്ന് അകത്താക്കാൻ സാധിക്കും. പക്ഷെ മുത്തുമണി എന്ന വജ്രത്തെ കൊത്താൻ സാധിക്കില്ല. അഥവാ വല്ല പക്ഷിയുടെ കൊക്ക് കൊണ്ടും വജ്രം കൊത്തിയാൽ പക്ഷി അകത്ത് ചെല്ലുന്നതോടെ ചത്തുപോകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ജലഗണമാകാതിരിക്കുക പെൺമക്കളെ, പെങ്ങന്മാരെ. നിങ്ങൾ വജ്രസമാനമായ ശക്തിവിശേഷത്തിലൂടെ കാരിരുമ്പിന്റെ നെഞ്ചൂക്കൂടെ വ്യക്തിത്വത്തിന്റെ പാഠങ്ങളിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുക.